പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുമോ? കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് പോയ അർജുനും അദ്ദേഹത്തിൻ്റെ ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത്. അതിശക്തമായ മഴയിലും മണ്ണൊലിപ്പിലും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ട്രക്കും കാണാതായി. അർജുൻ്റെ ജീവൻ തുടിപ്പുകൾ ആ ട്രക്കിനുള്ളിൽ അവശേഷിക്കുന്നുണ്ടാകുമോ? 9 ദിവസമായി തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ കഴിയാതെ അവസാനം പുഴയിൽ അർജുൻ്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ഉടൻ തന്നെ ലോറി പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങളിലാണ് അധികൃതർ. അർജുനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ദൂരയാത്രയിൽ പോയപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന വീഡിയോ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ വിശ്രമിച്ച റോഡിന് എതിർവശമുള്ള ഹോട്ടൽ നടത്തിയിരുന്ന ലക്ഷ്മണനും കുടുംബവും ഈ മണ്ണൊലിപ്പിൽ ഇല്ലാതായി. ഒരു കുടുംബത്തിലെ 4 പേരാണ് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായത്. ദൂരയാത്രകളിൽ അർജുനെ പോലെയുള്ള ഡ്രൈവർമാർ ആശ്രയിച്ച ഒരേ ഒരു ഹോട്ടലായിരുന്നു ഇത്. ചെറുപ്പം മുതലേ കുടുംബം നോക്കാൻ വേണ്ടി വളയം പിടിച്ചവനാണ് അർജുൻ. 3 വർഷങ്ങൾക്ക് മുൻപാണ് അർജുൻ വിവാഹിതനായത്. ഇപ്പോൾ അവർക്കൊരു ആൺകുഞ്ഞുണ്ട്. ആ മോനിക്ക് അച്ഛനില്ലാതാകരുത്. അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് കുടുംബവും അതുപോലെ കേരളക്കരയും. അപകട സ്ഥലത്തെ ദൃശ്യങ്ങളാണിത്. അർജുന്റെ ലോറിയിലെ തടികളാണ് ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. നീണ്ട 9 ദിവസത്തെ പുഴയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷം അവസാനം അദ്ദേഹത്തിന്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ്. ചെളിയിൽ പൂണ്ട് കിടക്കുകയായിരുന്നു അത്. അതിനുള്ളിൽ അർജുന്റെ ജീവൻ തുടിപ്പ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷാപ്രവർത്തനത്തിന്റെ വെല്ലുവിളികൾ എന്തെന്നാൽ മഴയും അതുപോലെ തന്നെ അടിയൊഴുക്കുമാണ്. നിൽക്കാത്ത മഴയും അതുപോലെ കുത്തി ഒഴുകി വരുന്ന വെള്ളവുമാണ് ഇവിടുത്തെ തടസ്സങ്ങൾ. അവസാനം ഈശ്വർ മാൽപേയും സംഘവും പുഴയിൽ ഇറങ്ങി പരിശോധിച്ചു. പുഴയിലെ അടിയൊഴുക്ക് ശക്തമായിട്ടും അവരുടെ സ്വന്തം റിസ്കിലാണ് അവർ ഇറങ്ങിയതെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. രാപ്പകലില്ലാത്ത തിരച്ചിലിനൊടുവിൽ ഈശ്വർ മാൽപേയും സംഘവും തിരിച്ചു മടങ്ങി. സാഹചര്യം അനുകൂലമായാൽ ഏത് നിമിഷവും രക്ഷാപ്രവർത്തനത്തിന് വരാമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടയിൽ അർജുനായുള്ള രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചപ്പോൾ അത് നിർത്തരുത്, ഏത് നൂതന സംവിധാനം ഉപയോഗിച്ചും അത് തുടരണമെന്ന് കേരള ജനത ഒന്നാകെ പറഞ്ഞു. അവസാനം അർജുന്റെ രക്ഷാപ്രവർത്തനത്തിനായി ഡ്രഡ്ജിംഗ് യന്ത്രം സജ്ജമാക്കി. അടിയൊഴുക്ക് ശക്തമാണെങ്കിൽ ഈ യന്ത്രവും ഉപയോഗിക്കാൻ പ്രയാസമാണെന്ന് അധികൃതർ പറഞ്ഞു. എത്രയും വേഗം അർജുനനെ തിരിച്ചു കിട്ടി ഏത് പ്രതിസന്ധികളും ആ കുടുംബത്തിന് തരണം ചെയ്യാൻ സാധിക്കട്ടെ എന്നുമുള്ളതാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. ഇത്രയും നാൾ കൂടെയുണ്ടായവൻ പെട്ടെന്നൊരു നാൾ ഇല്ലാതാകുമ്പോഴുള്ള അവസ്ഥ അത് ആർക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല.